കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മികവിന്റെ അംഗീകാരമായി സംസ്ഥാന തലത്തിൽ പുരസ്കാരം ലഭിച്ചതായി സ്കൂൾ അധികൃതർ. കോവിഡിന് ശേഷം സ്കൂളിൽ ആരംഭിച്ച ആരോഗ്യ കായിക പരിപോഷണ പരിപാടികളാണ് സ്കൂളിനെ പുരസ്കാരത്തിന് അർഹമാക്കിയത്. കഴിഞ്ഞ വർഷം ജില്ലാതലത്തിലും സ്കൂളിന് അവാർഡ് ലഭിച്ചിരുന്നു. കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച വിവിധ പദ്ധതികൾക്ക് സംസ്ഥാന തലത്തിൽ അംഗീകാരം ലഭിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോവിഡിന് ശേഷം കുട്ടികളിലുണ്ടായ മാറ്റങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി അവരുടെ മാനസികാരോഗ്യവും കായികാരോഗ്യവും എല്ലാം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സ്കൂളിൽ 13 ക്ലബ്ബുകളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ആ ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാന തലത്തിൽ കല്ലാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് സംസ്ഥാന തലത്തിൽ മികവിൻ്റെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 13 കായിക ക്ലബ്ബുകൾ അച്ചടക്കം, ഹാജര്, കായികക്ഷമത എന്നിവ വർദ്ധിപ്പിക്കുന്നതിനും കുട്ടികളുടെ ഒഴിഞ്ഞുപോക്ക് തടയുന്നതിനും വേണ്ടി നടത്തിയ പരിശ്രമങ്ങളാണ് സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി പുരസ്കാരത്തിനായി പരിഗണിച്ചിട്ടുള്ളത്. PTA, SMC കമ്മിറ്റികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ 13 കായിക കാമ്പസ് ക്ലബ്ബുകളുടെ പ്രവർത്തനം സ്കൂളിൽ ആരംഭിച്ചിരുന്നു. ഇതിലൂടെ വിദ്യാലയത്തിലെ അച്ചടക്കം, ഹാജർ നില, കായികക്ഷമത എന്നിവ വർദ്ധിപ്പിക്കുന്നതിനും കൊഴിഞ്ഞുപോക്ക് തടഞ്ഞ വിദ്യാർത്ഥികളെ പൊതുസമൂഹവുമായി കൂടുതൽ അടുപ്പിക്കുന്നതിനും സാധിച്ചു. ഇതിനായി നടത്തിയ ശ്രമങ്ങളാണ് സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി പുരസ്കാരത്തിനായി പരിഗണിച്ചത്. ഭിന്നശേഷി സൗഹൃദമായും ലിംഗഭേദമില്ലാതെയും സാമ്പത്തിക സാമൂഹിക വിവേചനങ്ങൾക്കതീതമായും നൽകിയ കായിക മാനസിക ഉല്ലാസ പ്രവർത്തനങ്ങൾ ജൂറിയുടെ പ്രത്യേക പ്രശംസയ്ക്കും കാരണമായി. അത്ലറ്റിക്സ്, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാസ്കറ്റ്ബോൾ, ജൂഡോ, ചെസ്, കരാട്ടെ, ബാഡ്മിന്റൺ, സ്കേറ്റിംഗ്, യോഗ, വോളിബോൾ, ഹാൻഡ്ബോൾ, ത്രോബോൾ, എയറോബിക്സ് എന്നിവയായിരുന്നു ആദ്യഘട്ടത്തിൽ തുടങ്ങിയ കായിക ക്ലബ്ബുകൾ. എല്ലാ ക്ലാസുകളിലും ചെസ് ബോർഡുകളും സ്ഥാപിച്ചിരുന്നു. ഇത്തരം പ്രവർത്തനങ്ങളാണ് സ്കൂളിനെ അവാർഡിലേക്ക് എത്തിച്ചതെന്നും തുടർന്നും സ്കൂൾ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും PTA പ്രസിഡന്റ് രമേശ് കൃഷ്ണൻ, SMC ചെയർമാൻ വിജയൻ പിള്ള, ജോമോൻ താന്നിക്കൽ, സിറാജ് കല്ലാർ, സിത്താര, പൗളി മാത്യു, സജീവ് C നായർ, അംബുജാഷൻ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.